ട്രംപ് ഭയക്കുന്നൊരു യുദ്ധം അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അത് എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ചുള്ള ഡിപ്പോസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ കോൺഗ്രസ്സിൽ. അവിടെ ഹിലരി ക്ലിൻ്റൺ പോയിട്ട് മൊഴി കൊടുക്കുന്നു അമേരിക്കൻ കോൺഗ്രസ് കമ്മിറ്റിക്ക്. നിരവധി ആളുകൾ വന്നിട്ട് മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഉണ്ടാക്കാൻ പോകുന്നൊരു പ്രശ്നം, ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിൽ നിന്ന് വളരെ തന്ത്രപരമായി റിഡാക്ട് ചെയ്യപ്പെട്ട ഒരു സാധനം, അത് എപ്സ്റ്റീനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മൊഴി FBI കൊടുത്തൊരു മൊഴിയാണ്. ആ മൊഴിയിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും ഒരേപോലെ ആരോപിക്കുന്നു. ആ ഭാഗം FBI ആ മൊഴിയുടെ പകർപ്പിൻ്റെ ഭാഗം മാത്രം മാറ്റിയിരിക്കുന്നു ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതെല്ലാം കോടതിയിലാണ്. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് ഇതിൻ്റെ ഭാഗമായി ഈ ആളുകളെയൊക്കെ വിളിച്ച് മൊഴിയെടുക്കുകയും ആ മൊഴികൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യപ്പെടേണ്ടി വരും കുറച്ച് ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഇത്രയും എന്താണ് പറയുക, വളരെ നിർണായകമായ, പ്രത്യേകിച്ചും മിഡ് ടൈം ഇലക്ഷൻ കൂടി വരുന്നു, വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ട്രംപ് ഈ പറയുന്ന സ്റ്റുപ്പിഡിറ്റി ചെയ്യുന്നത്. ഇത് സ്റ്റുപ്പിഡിറ്റിയാണ്. അതിൻ്റെ കാരണം ഒരിക്കലും ഒരു റെജീം ചേഞ്ചിന് സായുധമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതവിടെ കഴിയില്ല. ഇസ്രായേൽ അത് ചെയ്യുന്നതിന് മറ്റ് ഒരുപാട് അവരുടേതായ കാരണങ്ങളുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഒട്ടും ലോജിക്കലല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയൊരു ആയത്തുള്ള വരും, ആയത്തുള്ളയും കൊല്ലും, അടുത്ത ആൾ വരും, അടുത്ത ആളും കൊല്ലും, അങ്ങനെ കൊന്നു അവിടെ ആളുകളുടെ മനസ്സ് മാറ്റാൻ പറ്റുമോ?